പഴുത്ത ചക്ക വെച്ചിട്ടേ ഇത്രയും പഴുത്ത ചക്ക കിട്ടി. നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി കഴിച്ചു, പക്ഷെ പായസം ഉണ്ടാക്കിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇന്ന് പഴുത്ത ചക്ക വെച്ചിട്ട് എത്രയും പെട്ടെന്ന് നല്ല രുചിയുള്ളൊരു പായസം ഉണ്ടാക്കാം. ചക്കപ്പായസം ഉണ്ടാക്കാനായിട്ട് നെയ്യ് ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് ചവ്വരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചവ്വരിയെല്ലാം നെയ്യിൽ കിടന്ന് വേണ്ട നല്ല ബൾബ് കണക്ക് ആവാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് നമുക്ക് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ, പച്ച വെള്ളം ഒഴിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളുടെ പായസത്തിൻ്റെ രുചി പോകും. അങ്ങനെ ചവ്വരിയുടെ വെള്ളം എല്ലാം വറ്റിയപ്പോഴത്തേക്കും വേണ്ട ചക്ക അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ നമുക്ക് ചവ്വരിയും ചക്കയും തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ചക്കയിൽ ഏലക്ക കുറച്ചങ്ങ് ഇട്ട് കൊടുക്കും കേട്ടോ. ചുക്കുപൊടി ലാസ്റ്റ് ചേർക്കാം. അങ്ങനെ ഞാനിപ്പോൾ അതാണ്ട് 2ാം പാല് ചേർക്കുകയാണ് കേട്ടോ. 2ാം പാല് ചേർത്തിട്ടാണ് ഇനി ചക്ക വേവിക്കാൻ പോകുന്നത്. 1ാം പാല് പിന്നെ ചേർക്കും, 3ാം പാലൊന്നുമില്ല കേട്ടോ. ഇപ്പം തന്നെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ മുറി മൊത്തവും. കാരണം നമ്മുടെ എന്താ പറയുന്നത്, ചക്കയും തേങ്ങാപ്പാലും ഏലക്ക എല്ലാം കൂടെ നെയ്യും എല്ലാം കൂടെ ചേർന്നിട്ട് ആ ഒരു മണം, പിന്നെ ശർക്കരയും പിന്നെ അവസാനം നെയ്യൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിരുമ്പോൾ പിന്നെ പറയണ്ട എന്തായിരിക്കുമെന്ന്. ഇപ്പം പാലൊക്കെ ചേർത്തപ്പോൾ ചക്കയുടെ കളർ കുറച്ചും കൂടെ മാറി കേട്ടോ. അങ്ങനെ നമ്മുടെ പായസത്തിന് ശർക്കര ഇടാനുള്ള സമയമായി കേട്ടോ. അങ്ങനെ ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതും ഇതാണ്ടേ ഞാനങ്ങ് ചുക്കുപൊടി അങ്ങ് വിതറി കൊടുക്കുകയാണ് കേട്ടോ. ഏലയ്ക്ക നമ്മൾ നേരത്തെ ഇട്ടു, ചുക്കുപൊടിയും കൂടി ഇട്ട് നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുവരെ അടുക്കി പിടിച്ചിട്ടില്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. ചുക്കുപൊടി ഇട്ടപ്പോൾ ഉള്ള ഫ്ലേവറിൻ്റെ മണം പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല കേട്ടോ, അത്രയ്ക്ക് നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. എൻ്റെ അടുക്കള യുദ്ധക്കളമാണ് കേട്ടോ. ഫുള്ള് തേങ്ങാപ്പാലിൽ മാത്രം വെച്ച് ഉണ്ടാക്കുന്ന പായസമാണ്. ഞാനാണെങ്കിൽ കറണ്ടൊക്കെ പോകുന്ന വെച്ച് ഒരു മിക്സിയിലടിച്ച് 1ാം പാല് 2ാം പാല് പിന്നെ തിരിഞ്ഞ് 2ാമത്തെ മിക്സിയിൽ അങ്ങനെ എല്ലാം ചെയ്ത് അടുക്കള മൊത്തം കുളമാണ് കേട്ടോ. പായസമൊക്കെ ഉണ്ടാക്കി അറിയാമല്ലോ. പിന്നെ ഈ തേങ്ങാപ്പീരൊന്നും നമുക്ക് ടെൻഷൻ ഇല്ല, ഇവിടെ പശുക്കൾ വരുമല്ലോ. അപ്പോൾ ഞാൻ കഞ്ഞോളം ഇവിടെ ഇരിപ്പുണ്ട്, അതിനകത്ത് മിക്സ് ചെയ്തും കൊടുക്കും. ഇത് നമ്മുടെ 1ാം പാലാണ് കേട്ടോ. ഇനി താമസിക്കേണ്ട ആവശ്യമില്ല. അതാണ്ട് 1ാം പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. നല്ല കുറുകിയ പാലാണ് കേട്ടോ. 1ാം പാൽ ഒഴിച്ച് കൊടുത്തു. അയ്യോ ലാസ്റ്റ് ഇച്ചിരി അടിമ. അങ്ങനെ ഫൈനലായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം നമ്മൾ ദാണ്ട് ഇട്ട് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ചക്കപ്പായസം റെഡിയായി. അങ്ങനെ പായസം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. പായസത്തിൻ്റെ ചൂടൊക്കെ കുറച്ച് ആറിയതിന് ശേഷം ഞാൻ ഫാനിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു, കുറച്ച് ആറിയതിന് ശേഷം കഴിക്കാനായിട്ട് ഒരു ടിഫിനിൽ. അങ്ങനെ നമ്മുടെ ക്രീമി ആയിട്ടുള്ള ചക്ക പായസം എന്താ റെഡി ആയിട്ടുണ്ട്. എന്താ പറയുന്നത്, കുറച്ച് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കഴിക്കാനായിട്ട് എടുത്തത്. അപ്പോൾ നമുക്ക് ചക്ക പായസം എങ്ങനെ ഉണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ഉണ്ട്. എപ്പോഴും ഇങ്ങനെ തന്നെ നിങ്ങൾ കേൾക്കുന്നത്, ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പറയും ടേസ്റ്റ് ഉണ്ടെന്ന്. നമ്മൾ തന്നെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലേ. നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേറെ ആളുകൾ വരണമെന്ന് നമ്മൾ കാത്തിരിക്കരുത്. നമ്മൾ നല്ലൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറയണം ജയ കൊള്ളാം. അതുകൊണ്ട് നമ്മളെന്തെങ്കിലും ഉണ്ടാക്കിയാൽ നമ്മൾ തന്നെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. അതൊക്കെ തന്നെ എന്തായാലും കൊള്ളാം കേട്ടോ. വാചകടിക്കല്ല, സത്യമായിട്ടും കൊള്ളാം. കാരണം ചക്കയും ശർക്കരയും നെയ്യും എല്ലാം ചേർന്നുണ്ടാക്കിയ ചക്ക പായസം അടിപൊളിയാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അടിപൊളി. ബാമനെ കഴിച്ചോ.